ഇന്ന് വീട്ടിലെല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അനിയത്തിയും ഭർത്താവും കൂടിയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. പിന്നെ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പോൾ അതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് സഹായം ചെയ്യാൻ പാച്ചുട്ടി ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. ഉള്ളി വെളുത്തുള്ളിയൊക്കെ നന്നാക്കുമ്പോൾ അവിടെ എടുത്തോളും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാം ബിരിയാണിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി സവാള ഇതൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഒക്കെ ചെറുതാക്കി അരിഞ്ഞെടുത്ത് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരടുപ്പത്ത് റൈസും ഒരടുപ്പത്ത് മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു വട്ടച്ചെമ്പിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് അതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ജീരകം പട്ട ഗ്രാമ്പൂ ഏലക്ക ബേ ലീഫ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. ആ ചതച്ച വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. സവാള വേഗം വഴണ്ടിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പച്ചമുളക് കൂടി മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ഉള്ളി വാടി കിട്ടും. ഉള്ളി ഇട്ടപ്പോൾ തന്നെ അതിലേക്ക് പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ചോറിന് റൈസ് വേവിക്കാനുള്ള വെള്ളം വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് വയ്ക്കിയപ്പോൾ അത് ആഡ് അപ്പോൾ ഞങ്ങൾ അടുത്ത വീട്ടിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് റൈസിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ജീരകം പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മസാലയായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബിരിയാണി മസാലേൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ബിരിയാണി മസാലയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം. ഇല്ല വെച്ചാൽ വിനാഗിരി ഉണ്ട് വെച്ചാൽ വിനാഗിരിയോ തൈരോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞങ്ങൾ ഇതിൽ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ പച്ചമുളക് ചതച്ചിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കുക്കിംഗ് വീഡിയോ ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അപ്പോഴേക്കും നമുക്ക് റൈസ് വേവിക്കാതെ നോക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ റൈസ് കഴുകിയങ്ങാണ്ട് അയക്കിടുക. അപ്പോഴേക്ക് നമ്മളെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റൈസ് അധികം വേവാൻ പാടില്ല. പകുതി വേവ് തന്നെ എടുക്കണം. പിന്നെ നമുക്ക് ഈ ദമ്മിൽ കിടന്ന് വേവാളുകൊണ്ട് തന്നെ പകുതി വേവിലേ എടുക്കാൻ പാടുള്ളൂ. ഇനി എല്ലാം നല്ല ഒരേ കണക്കിൽ പരത്തി ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി അണ്ടി മുന്തിരിയൊക്കെ ഒന്ന് വറുത്തുങ്ങാണ്ട് മേലെ ഇട്ട് കൊടുക്കുക. പിന്നെ ബിരിയാണിക്ക് കളറ് ചേർക്കേണ്ടവർക്ക് കളറ് ചേർക്കാം. ഇപ്പോൾ ഞങ്ങൾ കളറല്ല ചേർക്കണത്. കുറച്ച് തേങ്ങാപ്പാലിൽ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കലക്കിങ്ങാണ്ട് ഒഴിക്കുകയെന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയൊരു ബിരിയാണി കളറ് കിട്ടും. ഉള്ളിയൊക്കെ അതേപോലെ വെളിച്ചെണ്ണയിൽ നല്ല മൂപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് തന്നെ അണ്ടി മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് മേലെ വിതറി കൊടുക്കുക. ഇനി അതെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മസാലപ്പൊടി ബിരിയാണി മസാലേൻ്റെ പൊടിയും കൂടി മേലെ വിതറി കൊടുക്കണേ. കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ആയിട്ട് ഒന്ന് ദമ്മിട്ട് വേണ്ട വയ്ക്കുക.
അടുപ്പിൻ്റെ താഴെയുള്ള കണലൊക്കെ വാരി ഒഴിവാക്കണം. ഇല്ലാച്ചാൽ അടി കരിയാൻ സാധ്യത ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ദമ്മൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് ചോറ് മേലേക്ക് വേറെ മാറ്റി വയ്ക്കുന്നുണ്ട്. എല്ലതും കൂടി ഇളക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ബിരിയാണിയൊക്കെ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ഞങ്ങൾക്കിത് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ചാലിയം ബീച്ചിലേക്ക് പോകാണ്ടായിരുന്നു. അപ്പോൾ വേഗം എല്ലാവരും ഭക്ഷണം കഴിച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേഗം പണി തീർത്തതാണ്, പോവാനുണ്ടല്ലോ എന്നുള്ളതിൽ. ബിരിയാണി വിളമ്പിയത് വാഴേൻ്റെ ഇലയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടി കഴിക്കൽ തുടങ്ങി. പാച്ചുട്ടി അതേപോലെ തന്നെ കഴിക്കാനും മുറിച്ചിടാനൊക്കെ ഇരുന്നതല്ലേ, അതുകൊണ്ട് കഴിക്കാനും ഓൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇല കൊടുത്ത ഇലയൊക്കെ ചീന്തി റെഡിയാക്കി അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോറൊരു പാത്രത്തിലിട്ട് കൊടുത്ത്, റൈസ് ബിരിയാണീൻ്റെ അല്ല കേട്ടോ, സാധാ ചോറിട്ട് കൊടുത്തുകൊണ്ട് ഓളെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.